ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 150 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കണ്ടത്. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9726 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9931 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9826 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 2.7% വർധനവുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറും തന്നെ പോസിറ്റീവിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ, ഈ രണ്ട് സെക്ടറുകളായിരുന്നു ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ PSU ബാങ്ക്സ് ആയിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് വന്നത്. ഇനി അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 40 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിൽ വന്നത്, 10 സ്റ്റോക്കുകളെ ഡിക്ലൈനിൽ എൻഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ആയതിനു ശേഷം പിന്നീട് കുറച്ച് നേരം ആ ഒരു മാർക്കറ്റ് ഗെയിൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടിയാണ് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്മുടെ ആ ഒരു ലോക്ക്ഡൗണിൽ കൊണ്ടുവന്ന റിലാക്സേഷൻ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ നോമൻക്ലേച്ചർ തന്നെ ലോക്ക്ഡൗണിൽ നിന്ന് അൺലോക്ക് 1.0 എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ട് ഹോപ്പുകൾ നൽകിയത്. അതായത് കൂടുതൽ റിലാക്സേഷൻ കൊണ്ടുവരുന്നു, എക്കണോമിക് ആക്ടിവിറ്റിക്ക് കൂടുതൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷകളായിരുന്നു മാർക്കറ്റിന് നല്ലൊരു ഉത്തേജനം നൽകിയത്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ കൂടുതലായിട്ടും കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലേക്ക്, ഹോട്ട്സ്പോട്ടുകളിലേക്കൊക്കെയാണ് ഇനിയിപ്പോൾ കൂടുതലായിട്ട് മാറാൻ പോകുന്നത്. അതും സ്റ്റേറ്റുകൾക്ക് കുറേ റിലാക്സേഷൻ നോംസൊക്കെ അവർക്ക് തന്നെ സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാം എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൂസ്റ്റ് നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് തന്നെയായിരുന്നു. രാവിലെ SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 145 പോയിൻറ്റ്സിൻ്റെ അടുത്ത് അപ്പിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുവരുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്സ്, അതായത് കൂടുതൽ ഫണ്ട് മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഒരു നല്ലൊരു അപ്പ് മൂവ് കൊടുത്തത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് ഏകദേശം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതിനകത്തൊരു തെറ്റായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു 9720 നമുക്ക് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാം. അതേ തുടർന്ന് 9580 അടുത്ത സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഒരു 10,000 ആ ഒരു റേഞ്ച് വരെ നമുക്കൊരു നല്ലൊരു അപ്പ് മൂവ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു GDP ഡാറ്റ ഒന്നും ഇന്നത്തെ മാർക്കറ്റിൽ അത്ര ഇമ്പാക്റ്റ് കൊടുത്തിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. എല്ലാം ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷൻ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ പ്രതിഫലിച്ചത്. അപ്പം വരും ദിവസങ്ങളിൽ ഇനിയുള്ള മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഏർണിങ്സ് റിലീസും അതുപോലെ തന്നെ US ചൈന ആയിട്ട് ഒരു ടെൻഷൻസിനൊക്കെയാണ് ഇനി കൂടുതൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അതും പിന്നെ കൊറോണയുടെ കേസസൊക്കെ. അപ്പം മാർക്കറ്റിനെയും അതുപോലെ ന്യൂസുകളെയും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവ് ഗെയിനോടുകൂടിയാണ് എൻഡായിരിക്കുന്നത്. ഏകദേശം 1.3% അപ്പിലാണ് നാസ്ഡാക്ക് എൻഡായിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്. കാരണം ആ ഒരു US ചൈന ടെൻഷൻസിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം ചൈന അവരുടെ ആ ഒരു ഇമ്പോർട്ട്, അതായത് US നിന്നുള്ള ഫാം ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിലൊരു പോസ് വരുത്തിയത് ഇപ്പോൾ ആ ഒരു US ഫീച്ചേഴ്സിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസിൽ നിന്ന് ട്രാക്ക് ചെയ്യുക ആ ഒരു US ചൈന ട്രേഡ് വാർക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണുന്നത്. FTSEയും അതുപോലെ തന്നെ CACയും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഡാക്സ് മാത്രമാണ് ഇപ്പോൾ ഒരു നെഗറ്റീവിൽ കാണിക്കുന്നത്. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 42 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ബോർഡർ റേഞ്ചിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും US നടക്കുന്ന ഇപ്പോൾ ആ ഒരു കലാപത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസിൽ വർധനവിന് കാരണം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OPECും അതുപോലെ തന്നെ റഷ്യയായിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് ഇനിയും ഒരു 2 മാസവും കൂടി ആ ഒരു പ്രൊഡക്ഷൻ കട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനായിട്ട്, അതായത് ഒരു ഓയിൽ പ്രൊഡക്ഷനിലുള്ള കട്ട് ഇനി ഒരു 2 മാസം തുടരുന്നതിനായിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഇന്നത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഈ ജൂൺ 1-ാം തീയതി ഈ ഒരു മാസം തുറക്കമായിരുന്നു. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെറ്റ് പർച്ചേസാണ് ഉണ്ടായിരിക്കുന്നത്. 1575 കോടിയുടെ നെറ്റ് പർച്ചേസാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വന്നത്. അതുപോലെ തന്നെ മെയ് മന്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു മെയ് മന്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും 13,914 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസാണ് FIIൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതൊരു നല്ല വിഷയം തന്നെയാണ്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ
ഒന്നാം തീയതി ഒരു നെറ്റ് വിത്ഡ്രോളാണ് അവരുടെ ഭാഗത്ത് വന്നത്. ക്യാഷ് മാർക്കറ്റിൽ 459 കോടിയുടെ നെറ്റ് വിത്ഡ്രോളാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയ വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 75.54 ഇന്ന് രൂപയുടെ മൂല്യം എൻ്റെ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ മെയ് മന്തിലെ മാനുഫാക്ചറിങ് PMI ആണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏപ്രിൽ മന്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏപ്രിൽ മന്തിൽ നോക്കുകയാണെങ്കിൽ 27.4 ആയിരുന്നു മാനുഫാക്ചറിങ് PMI. അത് ഇപ്പം ഈ ഒരു മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 30.8 ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിലെ കമ്പയർ ചെയ്യുമ്പം ഒരു 50-55 റേഞ്ചിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷൻസ് ഒക്കെ കൂടുതൽ വരുന്നതോടുകൂടി ഈ ഒരു PMIയിൽ ഒരു വർധനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ടൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനി പവർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസ് ആയിരുന്നു വേദാന്ത മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ അവരുടെ പ്രൊമോട്ടേഴ്സ് പ്ലാൻ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദാനി പവറും അവരുടെ പ്രൊമോട്ടർ മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ബുധനാഴ്ച നടക്കാൻ പോകുന്ന അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ അത് തീരുമാനിക്കും എന്ന് അവർ എക്സ്ചേഞ്ചിന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൊമോട്ടർ ഏകദേശം 74.97% ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് മാത്രമാണ് പബ്ലിക്കിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു അദാനി പവറിനെ ഡീലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് ബുധനാഴ്ച നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിനെ തുടർന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് കൈവച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ന്യൂസ് ഒന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മെയ് മന്തിലെ ഓട്ടോ സെയിൽസ് ഡാറ്റ കുറേ കമ്പനികളുടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്താണ് ഹീറോ മോട്ടോർ കോർപ്പ്. നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2019 മെയ്നെ അപേക്ഷിച്ച് 2020 മെയ് നോക്കുകയാണെങ്കിൽ 83% ഫോളാണ് സെയിൽസിലുണ്ടായിരിക്കുന്നതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലോക്ക്ഡൗണിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏപ്രിൽ മാസത്തിൽ നമ്മളെല്ലാം തന്നെ കണ്ടതായിരുന്നു സീറോ സെയിൽസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതേ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു വർധനം ഉണ്ടായി എന്നുള്ളത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇനി അടുത്തായിട്ട് മഹീന്ദ്രയുടെ ഡൊമസ്റ്റിക് ട്രാക്ടർ സെയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 2% വർധനം ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാം എക്യുപ്മെൻറ്റ് ഡിവിഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഗ്രോത്താണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഓട്ടോ സെയിൽസ് നോക്കുകയാണെങ്കിൽ 79% ഡിക്ലൈനാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു നല്ല വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഡീലർഷിപ്പുകൾ സെൻറ്ററുകൾ അതേപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് അതൊക്കെ അവർ 70% അവർ റീഓപ്പൺ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹുണ്ടായിൽ നോക്കുകയാണെങ്കിൽ 79% ഡിക്ലൈനാണ് സെയിൽസിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എസ്കോട്ട്സിൽ നോക്കുകയാണെങ്കിൽ 3.4% ഡിക്ലൈൻ അവർ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ മാരുതി സുസുക്കിയിൽ നോക്കുകയാണെങ്കിൽ 86% ഡിക്ലൈനാണ് മെയിൽ റിപ്പോർട്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഏപ്രിൽ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇനിയൊരു വർധനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ലോക്ക്ഡൗണിലൊക്കെ കൂടുതൽ റിലാക്സേഷൻസ് വരുന്നതൊക്കെ ഇവർക്ക് ഒരു നല്ല പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തായിട്ട് സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് നോക്കുകയാണെങ്കിൽ അവർക്ക് US FDA അടുത്ത് നിന്ന് ഒരു EIR റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രീകാകുളം പ്ലാന്റിൽ. അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അവർക്ക്. പിന്നെ മെട്രോപോളിസിൻ്റെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 75% വർധനവ് ഈ ഒരു ജൂണോട് കൂടി, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു റവന്യൂവിൽ, അതായത് ഈ ഒരു ലോക്ക്ഡൗൺ അതുപോലെ തന്നെ ഈ ഒരു കൊറോണ ഇമ്പാക്റ്റിന് മുമ്പുണ്ടായിരുന്ന ഒരു റവന്യൂവിലെ 75% വരെ ജൂൺ എൻഡോടുകൂടി അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൽപ്പതാരു പവർ പ്ലാന്റ് അവർ ഷെയർ ബൈബാക്കിനുള്ള ഒരു പ്രൊപ്പോസലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജൂൺ 1 ഇന്ന് ആരംഭിച്ചു അവർ. പിന്നെ അതുമാത്രമല്ല അവർക്ക് JRKT ട്രാൻസ്കോ അതിലുള്ള 49.72% സ്റ്റേക്കുകൾ അവർ ഇന്ത്യ ഗ്രിഡ് ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൈമാറാൻ പോകുന്നു. ഏകദേശം 310 കോടിയുടെ ഡീല്. പിന്നെ അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് നോക്കുകയാണെങ്കിൽ അതിൽ DSP മ്യൂച്വൽ ഫണ്ട്സ് അവരുടെ സ്റ്റേക്കുകൾ വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 0.03% അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വോൾട്ടാസ് അവരുടെ ഏർണിങ്സ് റിലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ 13.7% വർധനവാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അതിൽ ഇവർ പറഞ്ഞേക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടായ ലോസുകൾ അല്ലെങ്കിൽ ബിസിനസ് ഇമ്പാക്റ്റുകൾ അത് റിക്കവർ ചെയ്യുക എന്നുള്ളതിൽ ഒരു നല്ലൊരു ചലഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനിയൊരു കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെയൊക്കെ സ്പെൻഡിങ് പാറ്റേണിൽ വരാൻ പോകുന്ന ചേഞ്ചുകളൊക്കെ ഈ ബിസിനസ്സിനെ വീണ്ടും ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ജൂബിലിയൻ ലൈഫ് സയൻസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, അതായത് 260 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ Q4 അപേക്ഷിച്ച് ഈ ഒരു Q4.
പിന്നെ അതുപോലെ തന്നെ എബിഡ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 49.9% വർധനവ് ഉണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് അമരാജ് ബാറ്ററീസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ ഏകദേശം 15.3% വർധനവ് ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ Q4. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂവും അതുപോലെ തന്നെ എബിഡ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ഫ്ലാറ്റായിട്ടാണ് അവർ ഈ Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻവെർട്ടർ ബാറ്ററീസിൻ്റെ സെയിൽസ് നല്ലൊരു ഇമ്പാക്റ്റ് ഈ ഒരു ലോക്ക്ഡൗൺ മൂലം ഉണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ അതേപോലെ തന്നെ കൊറോണ മൂലം ഇവരുടെ കമ്പനിക്ക് ഉണ്ടായ ഇമ്പാക്റ്റുകൾ ഇനിയും ഈ ഒരു സമയത്ത് മോണിറ്റർ ചെയ്യുന്നത്, അതായത് ഇറ്റ് ഈസ് ടു ഏർലി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ഇമ്പാക്റ്റുകളെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല, അതിന് ഇനിയും ടൈം വേണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് IDBI ബാങ്ക് നോക്കുവാണെങ്കിൽ അവർ നെറ്റ് പ്രോഫിറ്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു Q4. അതിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 135 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു Q4 അവരുടെ കുറേ പ്രൊവിഷൻസൊക്കെ റൈറ്റ് ബാക്ക് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ്. അത് ഏകദേശം 1151 കോടിയുടെ പ്രൊവിഷൻസാണ് അവർ ഈ ഒരു Q4 റൈറ്റ് ബാക്ക് ചെയ്തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ ഒരു കമ്പനീനെ ഒരു പ്രോഫിറ്റിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കാരണമായത്. പിന്നെ അസറ്റ് ക്വാളിറ്റിയിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് പോളിക്യാബ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ അവരും അവരുടെ ഏണിങ്സ് റിലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 13.5% ഡിക്ലൈനാണ് റവന്യൂവിൽ Q4 ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 50% വർധനവ്, അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു 50% വർധനവ് ഉണ്ടായതായിട്ടും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വയർ ആൻഡ് കേബിൾ ബിസിനസ് നോക്കുവാണെങ്കിൽ ഏകദേശം 11% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാരതി ഇൻഫ്രാടെൽ, പവർ ഗ്രിഡ്, അതുപോലെ തന്നെ കോൾ ഇന്ത്യ, ഈ ഒരു 3 കമ്പനിയിൽ നോക്കുവാണെങ്കിൽ ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 15.5 ലക്ഷം, പിന്നെ അതുപോലെ 30 ലക്ഷം, 10.1 ലക്ഷം വീതം. അപ്പം ഈ ഒരു കമ്പനികളൊക്കെ കൈവച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഈ ന്യൂസിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ ഇനി ഇന്നത്തെ ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കൊറോണ കേസസ് 1,90,000, അതിപ്പോൾ 2 ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടുതൽ കേസുകൾ റിപ്പോർട്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ പർച്ചേസ് മാനേജിംഗ് ഇൻഡെക്സ് സൗത്ത് കൊറിയ, ജപ്പാൻ, അതുപോലെ തന്നെ തായ്വാൻ, ഈ ഒരു രാജ്യങ്ങളുടെ നോക്കുവാണെങ്കിൽ അതിലൊരു ഫോൾ ഉണ്ടായതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു നല്ല വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ കൂടുതൽ റിലാക്സേഷൻ കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ UK ഒരു സ്റ്റിമുലസ് പാക്കേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി ഒരു പോസിറ്റീവ് ന്യൂസ് പറയാനായിട്ടില്ല. പക്ഷേ അതേ സമയത്ത് നോക്കുവാണെങ്കിൽ റിലാക്സേഷൻസ് കൊണ്ടുവരുന്നത് എന്നുള്ളതൊരു നല്ല വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. അപ്പം ന്യൂസുകളൊക്കെ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നവരെ ഒരു കെയർഫുള്ളായിട്ടുള്ള എൻട്രികൾ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് പുതിയ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്ന അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.